സുവിശേഷത്തിൻ ദീപതെളിച്ചം മഹോന്നതമാത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. ശാലോം ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും മന്ന എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ 2017 പുതുവർഷം ദൈവമായ കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ, ദൈവകൃപയിൽ വളരുവാനായിട്ട് ഈ പുതുവർഷം നമുക്ക് തീരുമാനമെടുക്കാം. എല്ലാവരെയും സംബന്ധിച്ച് പുതുവർഷം പ്രത്യാശയുടെയും പ്രതീക്ഷകളുടെയും ദിനങ്ങളാണ്. വളരെ സന്തോഷത്തോടെ ആകാംക്ഷയോടെയാണ് പുതുവർഷത്തിൽ എല്ലാവരും പ്രവേശിക്കുക. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം പറയുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ദൈവമായ കർത്താവിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് വലിയ പദ്ധതിയും പ്ലാനുമുണ്ട്. അതൊരിക്കലും നമ്മുടെ നാശത്തിനല്ല. ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ഈ പുതുവർഷത്തിൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2016 സഭാമക്കൾക്കായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ 10 റെസൊല്യൂഷൻസ് നൽകിയിരുന്നു. അപ്പോൾ ആ റെസൊല്യൂഷനുകളിലൂടെ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയ വ്യക്തികൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. റെസൊല്യൂഷൻസിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി റെസൊല്യൂഷൻസ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുക. ഇപ്പോൾ ഫ്രാൻസിസിനെ സംബന്ധിച്ച് റെസൊല്യൂഷൻസൊക്കെ എടുത്ത് മുന്നോട്ട് പോയപ്പോൾ ദൈവം നൽകിയ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളെക്കുറിച്ച് മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴൊക്കെ ദൈവവുമായി കൂടി ചേർന്ന് തീരുമാനങ്ങളെടുത്ത് പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു, അപ്പോഴൊക്കെ ആ വർഷം മുഴുവനും ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1998 ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥന ഗ്രൂപ്പിൽ വരുന്നത്. അതിനുശേഷം എല്ലാ വർഷവും പ്രാർത്ഥന ഗ്രൂപ്പിലൂടെ ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു തീരുമാനമെടുത്ത് റെസൊല്യൂഷനൊക്കെ എടുത്ത് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിലാണ് 2007 കാലഘട്ടത്തിൽ അവസാന മാസങ്ങളിൽ ഒരു വചനം കേട്ടു. മലാക്കി 3-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, ദശാംശം കല്ലറയിലേക്ക് കൊണ്ടുവരുവേൻ. അപ്പോൾ ഞാനും ഭാര്യയും
2008 തുടക്കത്തിൽ ഒരു തീരുമാനമെടുത്തു, ദശാംശം കൊടുത്തു തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ ആ വർഷം മുഴുവനും ആ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിച്ചു. ആ സമയം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ കടന്നു പോകുന്ന വർഷമായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ തീരുമാനിച്ചു എന്ത് തന്നെ ആയാലും അത് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ ദശാംശം കൊടുത്തു. 10 വർഷത്തിന് ശേഷം ഞങ്ങൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അനവധിയായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചൊരിഞ്ഞ വർഷങ്ങളായിരുന്നു ഇതെല്ലാം. അപ്പോൾ തീരുമാനങ്ങൾ നമ്മൾ ദൈവത്തോടു കൂടെ ചേർന്ന് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് വലിയ അനുഗ്രഹമായി മാറുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ എപ്പോഴൊക്കെ ലോകത്തിൻ്റേതായ കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങി അതിലൂടെ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു, അപ്പോഴൊക്കെ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ടായ വർഷങ്ങളായിട്ടും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഫ്രാൻസിസ് ബ്രദർ പറയുന്നത് വളരെ സത്യമാണ്. ധാരാളം അനുഗ്രഹങ്ങൾ എനിക്കും സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ വളരെ ഫലം പുറപ്പെടുവിക്കുന്നു. കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല എന്നും അതേ വചനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് തന്നെയാണ് എല്ലാ ന്യൂ ഇയറും ഞാൻ ആരംഭിക്കാറ്. പ്രത്യേകിച്ച് ന്യൂ ഇയറിൻ്റെ കർമ്മങ്ങളിലെല്ലാം പങ്കെടുത്ത് ദിവ്യബലിയിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ 1-ാം തീയതി തന്നെ എൻ്റെ ജോലിക്കും അല്ലെങ്കിൽ പഠന കാര്യങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം ചില വർഷങ്ങളിൽ എനിക്ക് കർത്താവിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയായിരിക്കാം ചില അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കാതെയും പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷത്തിന് മുമ്പുള്ള വർഷം ഞാൻ ഇങ്ങനെ കർത്താവിൻ്റെ ഒപ്പം ആയിരിക്കുകയും പക്ഷെ അതിന് ശേഷം പിറ്റേ ദിവസം തന്നെ എനിക്ക് വളരെ നെഗറ്റീവായിട്ട് ഓഫീസിൽ നിന്ന് എനിക്കൊരു അനുഭവം ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ ആ വർഷം മൊത്തം എനിക്ക് ജോലിയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അത് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ധാരാളം ക്രിസ്തുവിനോട് അടുക്കുവാനുള്ള ഒരു അവസരമായിരുന്നു അത്. കാരണം ആ ഒരു വർഷത്തിന് ശേഷം ഞാൻ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ കഴിഞ്ഞ ന്യൂ ഇയറിന് ഞാൻ ധ്യാനത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ന്യൂ ഇയർ ആരംഭിച്ചത്. ആ ഒരു ധ്യാനത്തോടു കൂടി ആരംഭിച്ചതുകൊണ്ട് തന്നെ ആ വർഷം മൊത്തം എനിക്ക് അനുഗ്രഹങ്ങളായിട്ട് ഭവിച്ചു. കാരണം ആ വർഷം തന്നെ ഈ കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് ദുബായിലേക്ക് വരുവാനും ജോലി ലഭിക്കുവാനും ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു ജോലി ലഭിക്കുവാനുള്ളൊരു അനുഗ്രഹം കർത്താവ് തന്നു. നമ്മളൊരു പ്രത്യേകിച്ച് തീരുമാനം എടുത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് അതിന് ഫലം എന്തായാലും തരും. കർത്താവിനോട് നമ്മൾ മാറ്റിവെക്കുമ്പോൾ ആ സമയം ലോക സുഖങ്ങളിലേക്ക് പോവാതെ കർത്താവിനോട് മാറ്റിവെക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് ആണ് എൻ്റെ അഭിപ്രായം. ഇതിനോട് ഞാൻ കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇപ്പം എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ 1996 ആ വർഷം ആരംഭിച്ച സമയത്ത് 95-നെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കടബാധ്യതകളിലൊക്കെ പെട്ട് ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് കടബാധ്യതകളിലൊക്കെ പെട്ട് ബിസിനസ്സെല്ലാം പൊളിഞ്ഞ് വളരെ നിരാശയിലും വേദനയിലും കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യാശയില്ല, കാരണം ഒത്തിരിയേറെ സാമ്പത്തികമായ ബാധ്യതകൾ കടന്നു വന്നു. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. ജീവിതത്തിലെ ഒത്തിരിയേറെ നിരാശയും ഒക്കെ കടന്നു വന്ന സമയത്ത് ഇതുപോലെ ഒരു പുതുവർഷത്തിൽ അർദ്ധരാത്രിയിൽ പള്ളിയിൽ പോയി ആരാധിക്കാനായിട്ട്, ദൈവത്തെ ആരാധിക്കാനായിട്ട്, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട്, മണിക്കൂറുകളോളം ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഒരു പുതുവർഷം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചു. ആ പുതുവർഷത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കണമെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ തീരുമാനങ്ങളെടുത്ത് പ്രാർത്ഥനയോടുകൂടി ജീവിച്ച ആ വർഷമാണ് എനിക്ക് ഈ ഗൾഫിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചത്. തുടർന്ന് ദൈവത്തോട് ചേർന്ന് ജീവിച്ചതുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളിലൂടെ ദൈവം വഴി നടത്തി. ഇപ്പോൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ദുബായിൽ ജോലി ചെയ്യുന്നു, തമ്പുരാന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്നു. ഒത്തിരിയേറെ അനുഗ്രഹങ്ങളിലൂടെ ദൈവം നമ്മെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞു, റെസൊല്യൂഷൻസ് പറഞ്ഞു, ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട്, ദൈവവുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ദൈവവുമായിട്ട് വ്യക്തിബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കും? വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുക്കണം, പ്രാർത്ഥനാ ജീവിതം മെച്ചപ്പെടുത്തണം, കുമ്പസാരിക്കണം, കൂദാശ ജീവിതം നയിക്കണം, ജപമാല ചെല്ലണം, കുടുംബ പ്രാർത്ഥന കുടുംബത്തിലുണ്ടാകണം. അങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് യേശുവിനെ കൊടുക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ ഒക്കെ ആയിരിക്കുമ്പോഴാണ് ഒരു വ്യക്തിബന്ധം ദൈവവുമായിട്ട് നമുക്ക് ഉണ്ടാകുക. അങ്ങനെ വ്യക്തിബന്ധം ഉണ്ടായിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും. കാരണം നമ്മളെല്ലാവരും ഇന്നത് അനുഭവിച്ചിട്ടുള്ളവരാണ്. പരിശുദ്ധപിതാവ് പറഞ്ഞു,
റെസൊല്യൂഷനിൽ പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞത്, ഫാമിലിക്ക് വേണ്ടി കൃത്യമായ സമയം കണ്ടെത്തുക, ഫാമിലിയുടെ കൂടെ ആയിരിക്കുക. അപ്പോൾ കഴിഞ്ഞൊരു വർഷം ഞങ്ങൾ അത് ഒരുപാട് ശ്രമിച്ചിരുന്നു. അതായത് നമ്മൾ ഫാമിലിയുമായിട്ട്, ഭാര്യയുമായിട്ടും മക്കളുമായിട്ടും സമയം അവരോട് കൂടെ ചെലവഴിക്കാനായിട്ട് സമയം കണ്ടെത്തുക. അതെനിക്ക് തോന്നുന്നു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ഒരുപാട് ആൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത്. വളരെ സത്യമാണ്. കാരണം ഞങ്ങൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലൂടെ സമയം ധാരാളം ഞങ്ങൾക്ക് വേസ്റ്റായി പോകുന്നു. അതൊരു ആനന്ദമായിട്ടാണ് യുവജനങ്ങളെല്ലാം കാണുന്നത് ഇപ്പോഴത്തെ കാലത്ത്. പക്ഷേ എപ്പോഴും വീട്ടിലായിരിക്കുക, അല്ലെങ്കിൽ സ്വന്തം പപ്പായോടും അമ്മയോടും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ, അവരൊക്കെ അത് ആഗ്രഹിക്കുന്നുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുമില്ല. നമ്മൾ ചിലരൊക്കെ വാട്സാപ്പിൽ തന്നെ ഓഫീസിൽ നിന്ന് വരിക, ഡയറക്റ്റ് വാട്സാപ്പിലേക്ക് തന്നെ റൂമിലേക്ക് പോവുക, സ്വന്തം റൂമിൽ പോവുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം തിരിച്ചു വരിക. ഇങ്ങനെ കുറേ സോഷ്യൽ മീഡിയയിലൂടെയും അവരുടെ എല്ലാം ശ്രദ്ധകൾ പല സാഹചര്യങ്ങളിലൂടെ പോവുകയാണ്. ഇതെല്ലാം നമുക്ക് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട്, ഒരു തീരുമാനമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു വർഷം എനിക്ക് വാട്സാപ്പ്, ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതിലൂടെ ധാരാളം, ചിലപ്പോൾ ഒരു വചനം നമ്മൾ ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു വചനം ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് അത് പതിക്കാനൊരു അവസരം ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമുക്കൊരു ആത്മാവിനെ നേടാൻ ചിലപ്പോൾ സാധിച്ചേക്കും. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ചിലപ്പോൾ ഫേസ്ബുക്കിൽ ആ ഒരു വചനം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സാക്ഷ്യത്തിൻ്റെ വീഡിയോ ആയിരിക്കാം, ചിലപ്പോൾ ഒരു വചന പ്രഘോഷണത്തിൻ്റെ വീഡിയോ ആയിരിക്കാം, അത് കേൾക്കുന്നതിലൂടെ ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ചിലപ്പോൾ അതിലൂടെ മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ തന്നെ ചിലപ്പോൾ കുറേ മാസങ്ങൾ ഞാൻ വാട്സാപ്പ് ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാതെ, ഒരു അനുസരണം എന്ന രീതിയിൽ എല്ലാവരും പറയുന്നത് പോലെ ഞാൻ അതൊക്കെ ഉപയോഗിക്കാതെ മാറ്റി വയ്ക്കുമ്പോൾ ധാരാളം വ്യത്യാസങ്ങൾ എൻ്റെ ആത്മീയമായ മേഖലകളിൽ വരാറുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു റെസൊല്യൂഷനായിട്ട് ഈ ഒരു പൊതുയുഗത്തിൽ നമുക്ക് തീരുമാനമായിട്ട് എടുക്കാം എന്ന് തോന്നുന്നു. എനിക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചതനുസരിച്ച്, ചർച്ച ചെയ്തതനുസരിച്ച്, ഈ പുതുവർഷത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ടുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം. മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ഈ നിമിഷം കൂട്ടിച്ചേർക്കുകയാണ്. കുടുംബത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ TV ഓഫ് ചെയ്യാനായിട്ട് മാർപ്പാപ്പ പറഞ്ഞു. അതിൻ്റെ കാരണം ഇതാണ്, പലപ്പോഴും ഇന്ന് കുടുംബങ്ങളിൽ ആശയവിനിമയങ്ങൾ നടക്കുന്നില്ല. കുടുംബാംഗങ്ങൾ തമ്മിൽ ആശയവിനിമയങ്ങൾ നടക്കാറില്ല ഒട്ടും തന്നെ. ഒരുപക്ഷെ നമ്മൾ ആദ്യം ഇപ്പോൾ ചർച്ച ചെയ്തതുപോലെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ കമ്പ്യൂട്ടറിലോ TV-യിലോ ഒക്കെ ആയി കുടുംബത്തിലെല്ലാവരും തിരക്കായിരിക്കാം. കുടുംബത്തിലെ പിതാവ് ഒരുപക്ഷെ കമ്പ്യൂട്ടറിനകത്തായിരിക്കാം, മാതാവ് ഒരുപക്ഷെ മൊബൈലിനകത്തായിരിക്കാം, കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ വാട്സപ്പിനകത്തോ ഫേസ്ബുക്കിലോ ഒക്കെ ആയിരിക്കാം. അങ്ങനെ തമ്മിലൊന്ന് അറിയാനോ തമ്മിലൊന്ന് പങ്കുവെക്കാനോ ഒന്നും സാധിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. കുടുംബവുമായി ചേർന്നിരിക്കുവാനായിട്ട്, കുടുംബത്തോടൊപ്പം കൂടുതൽ ആശയവിനിമയങ്ങൾ നടത്തുവാനായിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ ഈ വർഷത്തിൽ എടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ഒരനുഗ്രഹമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിനോട് ആയിരിക്കുക എന്നുള്ളത് പലർക്കും അതൊരു ബോധ്യമില്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം തന്നെ ചില ആളുകൾ ന്യൂ ഇയർ രാത്രികളിൽ ക്ലബ്ബുകളിലേക്കെല്ലാം പോകുന്നു. അപ്പോൾ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നതെന്നുള്ളത് നമ്മൾ കർത്താവ് തിരിച്ചു കൊടുക്കുന്നില്ല. അതായത് ഞാനൊരിക്കൽ ഡൽഹിയിൽ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, എൻ്റെ സുഹൃത്തുക്കൾ കുറേ പേര് നൈറ്റ് ക്ലബ്ബുകളിലൊക്കെ പോയി ആഘോഷിച്ചപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി അന്ന് തന്നെ കിടന്നുറങ്ങി നൈറ്റ് ക്ലബ്ബുകളിലൊന്നും പോയില്ല. അപ്പോൾ അവർ വന്നപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നു. ആ ക്ലബ്ബിൽ വന്നിരുന്ന ഒരു ഭാര്യയും ഭർത്താവും അവർ മദ്യപിച്ച് അങ്ങനെ ആഘോഷിച്ച് നടക്കുന്നു. ഒരു ചെറിയ കുഞ്ഞുണ്ടായിരുന്നു, ഒരു 5 വയസ്സിന് താഴെ പ്രായമുള്ളൊരു കൊച്ച്. ആ കൊച്ചിൻ്റെ കയ്യിലൊരു കോള കൊടുത്തിട്ട് ആ കൊച്ച് സൈഡിൽ അങ്ങനെ നോക്കി നിൽക്കുക, ഒരു അന്തം വിട്ട് നിൽക്കുക എന്നൊക്കെ പറയും. നമ്മൾ ഒരു പെട്ടെന്ന് അന്താളിച്ച് നിൽക്കുകയായിരുന്നു കൊച്ച്, എന്താ സംഭവിക്കുന്നത്, എല്ലാ ലൈറ്റുകളും എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ കൊച്ചിൻ്റെ ഒരു ജീവിതം ആലോചിച്ച് നോക്കുക. അപ്പോൾ അവരെല്ലാം, എൻ്റെ സുഹൃത്തുക്കളെല്ലാം ആ കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കുക എന്നുള്ളത് പണ്ട് കാലത്തെ കാരണവന്മാർ പറഞ്ഞു തന്നിരുന്നത് പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, നമ്മൾ
അതിൻ്റെതായ കർമ്മങ്ങൾ നമുക്കുണ്ട്, സഭയിലുണ്ട്. ആ കർമ്മങ്ങളെല്ലാം പങ്കെടുക്കുക. അതുകൊണ്ടുണ്ടാകുന്ന ധാരാളം കൃപകൾ നമ്മുടെ കാരണവന്മാർക്കെല്ലാം അറിയാവുന്നതാണ്. അവരത് പകർന്നു കൊടുക്കുമായിരുന്നു. ഇന്നത്തെ കാലത്ത് തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ ഇന്നത്തെ അപ്പനമ്മമാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു വാസ്തവമാണ്, സങ്കടകരമായൊരു വാസ്തവമാണ്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ പുതുവർഷത്തിൽ ഒരു തീരുമാനങ്ങൾ ഇനി എടുത്തിട്ടില്ലെങ്കിൽ കൂടിയും അതൊരു തീരുമാനമായിട്ട് എല്ലാ മാതാപിതാക്കളും എടുക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികൾക്ക് ദൈവാനുഭവം പകർന്നു കൊടുക്കുക, അവരെ ദൈവത്തിലെ ഇതിനോട് കൂടെ ചേർന്ന് നടക്കാനായിട്ട് അവരെ പരിശീലിപ്പിക്കുക. ആ തീരുമാനം തീർച്ചയായിട്ടും കുടുംബത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും നമ്മൾ മാർപ്പാപ്പയുടെ റെസൊല്യൂഷൻസിനോട് കൂട്ടിച്ചേർന്ന് ചിന്തിക്കുമ്പോൾ പാപ്പ പറയുന്നു, പാവപ്പെട്ടവരോട് കരുണ കാണിക്കാനായിട്ട്, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട്, ദുർബലരായ വ്യക്തികളെ സഹായിക്കാനായിട്ടൊക്കെ പാപ്പ ഈ പുതുവർഷത്തിൽ കഴിഞ്ഞ 2016 റെസൊല്യൂഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുവചനം പറയുന്നു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുവിൻ. അപ്പോൾ പാപ്പായുടെ ഈ റെസൊല്യൂഷനോട് ചേർന്നുകൊണ്ട് തന്നെ പാവപ്പെട്ടവരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുവാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത് ഈ പുതുവർഷത്തിൽ നല്ലതാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ, ഈ വർഷം എന്ത് നന്മ ചെയ്യണം എന്ന് ഞാൻ കഴിഞ്ഞ വർഷം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പാവപ്പെട്ടവരിലേക്ക് കൂടുതൽ എങ്ങനെ ഇറങ്ങിച്ചെല്ലാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത്, പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് ഉള്ളിലൊരു സന്ദേശം കിട്ടുകയാണ്. ഇടവക പള്ളിയിൽ നമ്മളായിരിക്കുന്ന, ഇപ്പോൾ നമ്മുടെ കേരളത്തിലായിരിക്കുന്ന ഇടവക പള്ളിയിൽ പാവപ്പെട്ടവരെ കണ്ടെത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ ക്രിസ്മസിന് അവരുടെ എല്ലാം വീടുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർക്ക് സ്നേഹം കൊടുക്കാനായിട്ട്, അവർക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ കൊടുക്കാനായിട്ട്, അവരോടൊപ്പം കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് മനസ്സിലിങ്ങനെ പ്രചോദനം കിട്ടിയപ്പോൾ ഇടവക പള്ളിയിലെ വികാരിയച്ഛനെ വിളിച്ചിട്ട് വിവരം പറഞ്ഞു. CYM സംഘടനയിലെ പ്രസിഡൻറ്റിനോട് വിവരം പറഞ്ഞു. അപ്പോൾ അവരെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ ഏകദേശം 50ഓളം കുടുംബങ്ങളെ ആ ഇടവകയിൽ അവരെ സെലക്ട് ചെയ്തിട്ട് അവരിങ്ങനെയാണ് ചെയ്തത്. അവർ ആ കുടുംബങ്ങളിലെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് 5 ദിവസം ഒരു വീട്ടിൽ ഒരു പ്രാവശ്യം ഒരു ദിവസം 10 വീടുകളിൽ അവർ പോകും. അങ്ങനെ ആ 10 വീടുകളിൽ അവർ പോകുമ്പോഴെല്ലാം കുറേ മണിക്കൂറുകൾ ആ കുടുംബത്തിൽ അവർ ചെലവഴിക്കും. അതുപോലെ ഒരു ക്രിസ്മസ് സമ്മാനം അവർക്ക് നൽകും. അവർക്ക് ഒരുപക്ഷെ ഒരു ക്രിസ്മസ് കിറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ അവർ ഭക്ഷണവും അരിയും അതുപോലെ കറി വയ്ക്കാനുള്ള സാധനങ്ങൾ, ക്രിസ്മസ് കേക്ക്, അവർക്കൊരു ഡ്രസ്സ് ഒക്കെ ആയിട്ട് അവർ കടന്നു ചെന്ന് അത് അവർക്കൊരു സന്തോഷം, ആ കുടുംബത്തിനൊരു സന്തോഷം. അതുപോലെ ആ കുടുംബത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, അവരുടെ വിശേഷങ്ങൾ തിരക്കുകയാണ്. ഒരുപക്ഷെ ആരോരും കടന്നു വരാതെ, ആരോരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന കുടുംബങ്ങളാണ്. അങ്ങനെ ആ സംഘടനയിലെ സഹോദരങ്ങൾ ആ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് സ്നേഹം പങ്കുവെക്കാനായിട്ട്, അവരെ സന്തോഷം അവർക്ക് നൽകാനായിട്ട് തുടങ്ങിയത് വലിയ ഒരു കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പുതിയ വർഷവും, ഈ 2017 വർഷവും കരുണയുടെ വർഷം അവസാനിച്ച് പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുമ്പോൾ പാവപ്പെട്ടവരിലേക്ക് കൂടുതൽ കടന്നു ചെല്ലാനായിട്ട്, വേദനിക്കുന്നവരിലേക്ക് കൂടുതൽ കടന്നു ചെല്ലാനായിട്ട്, അവർക്ക് യേശുവിനെ കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ കുടുംബത്തിന്, നമുക്കും നമ്മുടെ സമൂഹത്തിനും എല്ലാം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഇപ്പോൾ പ്രത്യേകമായിട്ട് കരുണയുടെ വർഷം അവസാനിച്ചു, പക്ഷേ അതിന് ഫലങ്ങൾ കണ്ടു തുടങ്ങേണ്ടത് നമ്മുടെ ഈ വർഷങ്ങൾ, ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പരിശുദ്ധപിതാവ് പറഞ്ഞ പോലെ സ്നേഹം പങ്കുവെക്കുക, യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക, അത് ഈ പുതുവർഷത്തിൽ ഒരു വലിയ തീരുമാനമായിട്ട് എടുക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ സ്നേഹം പങ്കുവെക്കുക എന്ന് വാക്കുകൾ പറയാൻ എളുപ്പമാണ്. ഞാൻ ചിന്തിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ സ്നേഹം പങ്കുവെക്കുക. ഒരു പക്ഷേ നമ്മളിപ്പോൾ കാലത്ത് തന്നെ ഓഫീസിൽ പോവുകയാണ്, ഓഫീസിൽ പോകുന്ന വഴിക്ക് അവിടെ ഗാർഡനറായിരിക്കാം, എല്ലാ ദിവസവും നമ്മൾ കാണുന്നതാണ്. അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യുക, കാലത്ത് ഒരു ഗുഡ് മോർണിംഗ് പറയുക, സുഖമാണോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓഫീസിനകത്ത് എത്തിക്കഴിയുമ്പോൾ ഓഫീസ് ബോയ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ചായ കൊണ്ടു തരുന്നത്. അവനെ കാലത്ത് തന്നെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് അവനെ സുഖവിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അത് വലിയൊരു കരുണയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ സ്നേഹം നമ്മൾ എത്രത്തോളം നമ്മൾ പങ്കുവെക്കുന്നുവോ
അത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പുതുവർഷത്തിൽ നമ്മൾ ഈ കൊച്ചു കാര്യങ്ങളിൽ ഈശോയുടെ സ്നേഹത്തെ പങ്കുവെക്കുവാനായിട്ട് നമ്മൾ എല്ലാവരിലൂടെയും ശ്രമിക്കും. അപ്പോൾ ഈ വർഷത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം, ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാ ആളുകളെയും ഞാൻ ഒരു പുഞ്ചിരിയോടെ അവരെ നേരിടും, അല്ലെങ്കിൽ അവരെ സ്നേഹത്തോടെ സംബോധന ചെയ്യുമ്പോൾ, അവരെ അഭിവാദ്യം ചെയ്യുമ്പോൾ അവർക്ക് ഒരു പക്ഷേ അവരുടെ വിഷമങ്ങളെല്ലാം മറന്ന് നമ്മളുടെ ആ സ്നേഹത്തിൽ പങ്കുചേരാൻ അവർക്ക് സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളത് ഒരു തീരുമാനം ഈ പുതുവർഷത്തിൽ ഈ വർഷം മുഴുവനും നമ്മൾ സ്നേഹം പങ്കുവെക്കാനായിട്ടൊരു തീരുമാനമെടുക്കുക. അത് വളരെ നല്ല കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കരുണയുടെ വർഷത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് ചെയ്യാവുന്നൊരു തീരുമാനമാണ്. ബ്രദറിൻ്റെ തീരുമാനം വളരെ ശ്രദ്ധേയമാണ്. കൂടാതെ നമ്മൾ പ്രാർത്ഥനയിൽ എപ്പോഴും മടി കാണിക്കുന്നവരാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എനിക്ക് കിട്ടണം, എൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആവണം, എൻ്റെ ജോലിയെല്ലാം റെഡി ആവണം. ബ്രദർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും കാണുന്നൊരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ ധാരാളം സങ്കടങ്ങളില്ലാത്തവരായി ആരും ലോകത്തിലില്ല. ധാരാളം സങ്കടങ്ങൾ പേറി നടക്കുന്ന ആളുകളായിരിക്കാം. ചിലപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ സന്ദേശമായിട്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് വരുമ്പോൾ നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ അവരുടെ മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കി അവരോട് ഒരു സഹതാപം തോന്നുന്നതിന് പകരം അവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന നല്ലൊരു സന്ദേശം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി CYM സംഘടനയിലൂടെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും യുവജനങ്ങൾക്ക് ധാരാളം പ്രവർത്തിക്കാനുള്ള അവസരങ്ങളുണ്ട്. ജീസസ് യൂത്ത് അല്ലെങ്കിൽ KCYM സംഘടനകൾ ധാരാളമുണ്ട്. അവർക്ക് പെട്ടെന്ന് സംഘടിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ന്യൂ ഇയറിൻ്റെ ഒരു ദിവസം മാത്രം നമ്മളത് ചെയ്യാതെ ന്യൂ ഇയറിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസങ്ങളിലും നമുക്ക് പറ്റുന്ന പരമാവധി പ്രാർത്ഥനകളിലൂടെ അവരെ സഹായിക്കുക. ചിലപ്പോൾ അവർ സങ്കടത്തിലിരിക്കുന്നവരായിട്ട് അവരോട് പോയി സംസാരിക്കുമ്പോൾ തന്നെ ചില കാരണവന്മാർക്കെല്ലാം മക്കൾ ചിലപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ മറ്റേ അമേരിക്കയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കൊരു ന്യൂ ഇയർ എന്ന് അവർക്ക് ആഘോഷിക്കാൻ മനസ്സ് തോന്നിയേ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെന്നിട്ട് അവരോടൊപ്പം ആയിരുന്നു അവരോട് കേക്കൊക്കെ മുറിച്ച് പങ്കുവയ്ക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക്. അവരുടെ മനസ്സിൽ അത് നിലനിൽക്കാൻ ചാൻസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം ക്ഷമയും നമ്മൾ ക്ഷമിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന പോലെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് കർത്താവ് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്ന പോലെ നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ജോബിൻ്റെ സുഹൃത്തുക്കൾ വന്ന് ജോബിനെ നിരാശയിൽ ആഴ്ത്തിയ അവസരത്തിൽ ജോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് ജോബിന് രോഗസൗഖ്യം ലഭിച്ചുവെങ്കിലും അതിനുശേഷം സമൃദ്ധി ഉണ്ടാവുന്നത്. അത് ഇരട്ടിയായി കർത്താവ് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ജോബിൻ്റെ പുസ്തകത്തിൽ. അപ്പോൾ നമ്മൾ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരോടുള്ള സഹതാപത്തെ പ്രതിയോ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനോട് കൂടിച്ചേർത്ത് പറയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത് വലിയൊരു അനുഭവമായിരുന്നു. ഞാൻ ഓഫീസിൽ ഒരു കമ്പനി ജോയിൻ ചെയ്ത സമയത്ത് അവിടുത്തെ ചീഫ് അക്കൗണ്ടൻറ്റ് എല്ലാ ദിവസവും കാലത്ത് തന്നെ വിളിച്ചിട്ട് അവിടെ ഇരുത്തി പേപ്പറുകളെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പുള്ളി അത് വലിച്ചെറിയും. എന്നിട്ട് വേറൊരാൾ അങ്ങനെ 2-3 പേരെ വിളിച്ചും പുള്ളിയുടെ മുമ്പിൽ നിർത്തിയിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ജോലി തന്നെ വേണ്ടെന്ന് വെച്ച് പോയാലെന്ന് ആലോചിക്കുന്ന അവസരത്തിലാണ് പ്രാർത്ഥന ഗ്രൂപ്പിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്യ്, ആ മകന് വേണ്ടിയിട്ട് ആ മകൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു സ്വർഗസ്ഥനായ ചെല്ലുക, എന്നിട്ട് അത് ദൈവത്തിന് വിട്ടുകൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ പിറ്റേ ദിവസം ഞാൻ അവിടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ഒരു ടോർച്ചറിങ് അവസ്ഥയായിരുന്നു. ഞാൻ പുള്ളിയുടെ മുഖത്ത് നോക്കി വളരെ ചിരിച്ച് തന്നെ നിന്നു. എന്നിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക, സ്വർഗസ്ഥനായ ചെല്ലി പ്രാർത്ഥിച്ച് ആ മകന് വേണ്ടി കാഴ്ചവെച്ചു. അങ്ങനെ ഒരു 3-4 മാസത്തോളം ഞാനത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായൊരു മാറ്റമാണ് പിന്നീട് നടന്നത്. കാരണം കമ്പനി തന്നെ ഒരു നിയമം കൊണ്ടുവന്നു, ജൂനിയേഴ്സായിട്ടുള്ള ആളുകൾ സീനിയേഴ്സിനെ റേറ്റ് ചെയ്യാന്നുള്ളൊരു ഇത് വന്നു. അതിനുശേഷം ഈ സഹോദരൻ എൻ്റെ ബോസ് ഞങ്ങളോടൊക്കെ വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ ദ്രോഹിക്കുന്നവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാഴ്ചവെക്കുമ്പോൾ അതിന് വലിയൊരു കൃപ ദൈവത്തിൽ നിന്ന് വരികയും അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അല്ലേ. അതെനിക്ക് തോന്നുന്നു ഈ പുതുവർഷത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക.
എനിക്ക് വളരെ ഏറ്റവും ഒരു നല്ല തീരുമാനമായിട്ട് മാറാൻ അനുഭവങ്ങളിലൂടെ അതിന് ഫലം അനുഭവിക്കാൻ പക്ഷേ ഒരുപാട് പേർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെങ്ങനെ ക്ഷമിക്കുന്നോ അതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളത്തിൽ നിന്ന് വിദ്വേഷങ്ങളും വെറുപ്പും എടുത്തു മാറ്റി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ ബലിക്ക് നമ്മൾ പോകുമ്പോഴും പറയുന്നത് ഇതാണ്, നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായി രമ്യതപ്പെട്ടിട്ട് വിശുദ്ധ ബലിക്ക് വരിക എന്നാണ് പറയുക. അപ്പോൾ പാപ്പായുടെ റെസൊല്യൂഷൻസിലും അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് വിദ്വേഷവും വെറുപ്പും മാറ്റിവെക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, എല്ലാവരെയും ഉൾക്കൊള്ളുക. എല്ലാ മിസ്റ്റേക്കുകളും നമ്മളും ഒന്ന് ക്രോഡീകരിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ചിട്ടുള്ള പോരായ്മകളെല്ലാം, എല്ലാ തീരുമാനങ്ങളും നമ്മൾ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്മൾ തിരിഞ്ഞു നോട്ടം നന്നായിരിക്കും എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളിലും. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ തീരുമാനങ്ങളെടുത്തു, ആ തീരുമാനം എന്തോരം നടപ്പാക്കിയെന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ അതിനോട് കാണിച്ച ആത്മാർത്ഥത്തെ നമ്മൾ കണ്ടെത്തുക, എന്നിട്ട് അതിൽ വരുന്ന പാളിച്ചകളെ നമ്മൾ വിശകലനം ചെയ്ത് പുതുവർഷത്തിൽ അത് എത്ര നന്നായി നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിലേക്ക് നമ്മളെ കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുക. തീർച്ചയായിട്ടും അതൊരു വളരെ നല്ല പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വീണ്ടും കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പങ്കുവെച്ച ഒരു കാര്യം ഇതാണ്. അദ്ദേഹം ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ന്യൂസും ഒക്കെ കേട്ട് അല്ലെങ്കിൽ പാട്ടൊക്കെ സിനിമാ പാട്ടുകളൊക്കെ കേട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. വീട്ടിൽ വന്നാലും അദ്ദേഹം TV വെക്കും, ഒന്നിലെ സീരിയൽ കാണുമോ അല്ല സിനിമ കാണുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയാണ്, ഒരു തീരുമാനം അദ്ദേഹം എടുത്തു. ഓഫീസിലേക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ പ്രാർത്ഥിച്ചു പോകും, ജപമാല ചൊല്ലി പോവുക, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ചു പോവുക, അല്ലെങ്കിൽ ക്രിസ്തീയ ഗാനങ്ങൾ കേട്ട് പോവുക. വീട്ടിൽ വന്നാലും ഈ സീരിയലോ അല്ലെങ്കിൽ സിനിമയോ ഒന്നും കാണാതെ ശാലോം ടിവിയോ ഗുഡ്നസ് TV ഒക്കെ വെച്ച് ദൈവവചനങ്ങൾ കേൾക്കാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ വീട്ടിൽ വെക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുടുംബത്തിൽ ഒരു വലിയ മാറ്റം അദ്ദേഹം കാണുകയാണെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം പങ്കുവെച്ചതാണ് അദ്ദേഹം. ഒരുപാട് അത്ഭുതങ്ങൾ കാണാനായിട്ട്. കാരണം ഒരുപാട് അസ്വസ്ഥതകളിലൂടെയാണ് പലപ്പോഴും ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ, ഓഫീസിലിരുന്ന് ജോലി ചെയ്യുമ്പോഴൊക്കെ ഒത്തിരി അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുക. വീട്ടിൽ വന്നാലും ചെറിയ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഭാര്യയായിട്ടൊക്കെ വഴക്കുണ്ടാക്കുക, ഒരുപക്ഷെ കുഞ്ഞുങ്ങളായിട്ടൊക്കെ തല്ലുകൂടുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം പറയാം, ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ജീവിതത്തിൽ ഈ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവീക കാര്യങ്ങളിൽ ശ്രദ്ധിച്ച്, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി, മക്കളെല്ലാവരും ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവിക കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തപ്പോൾ വലിയ ശാന്തത കുടുംബത്തിൽ വന്ന ഒരനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ഈ പുതിയ യുഗത്തിൽ നമ്മൾ ചില വചനങ്ങൾ നമ്മൾ ഓഫീസിൽ നമുക്കൊന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ കർത്താവിൽ വിശ്വാസം ഉറപ്പിച്ച് എഴുതി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് എപ്പോഴും പാട്ട് കേൾക്കുന്നവരാണ് യുവാക്കൾ പ്രത്യേകിച്ച് സംബന്ധിച്ചിടത്തോളം. അവർ പാട്ടുകൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ചിലപ്പോൾ ചില ടോക്കുകളൊക്കെ എടുത്തിട്ട് അവർക്ക് കേട്ടുകൊണ്ടിരിക്കാം. ഈ പുതിയ മാർപ്പാപ്പയുടെ പുതിയ വർഷത്തിൻ്റെ മാർപ്പാപ്പയുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ യുഗത്തിലേക്ക് നമുക്ക് കടക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ 2017 പുതുവർഷം ദൈവമായ കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ഈ ലോകത്തിൻ്റേതായ വ്യാപാരങ്ങളിലൊന്നും പെടാതെ, ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളിലൊന്നും പെടാതെ ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട്, കുടുംബത്തെയും ദൈവത്തോട് ചേർത്ത് നിർത്തുവാനായിട്ട്, കുടുംബവുമായി ആശയവിനിമയങ്ങൾ നടത്തുവാനായിട്ട്, അവരെ കേൾക്കുവാനായിട്ട് ഒക്കെയുള്ള തീരുമാനങ്ങൾ നമുക്കെടുക്കാം. പരിശുദ്ധ അമ്മയോട് നമുക്കൊരു നിമിഷം മധ്യസ്ഥം യാചിക്കാം. ഈ പുതുവർഷം നമുക്ക് നൽകിയതിനായി ഈ പുതുവർഷത്തിൽ ഈ 2017 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഡിസംബർ മാസം 31-ാം തീയതി വരെയുള്ള ഓരോ ദിനങ്ങളും ഓരോ മണിക്കൂറുകളും ദൈവകൃപയാൽ നിറഞ്ഞു ജീവിക്കുവാൻ, ഈ ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ, സമാധാനം നിലനിൽക്കുവാൻ, ദൈവിക കൃപകളാൽ എല്ലാവരും നിറയുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം.
നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന